ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതുകൂടി ഒന്ന് കേൾക്കാം. സംസ്ഥാനത്തെയും രാജ്യത്തെയും നമ്മുടേതാക്കി മാറ്റാനും ഇത് നമ്മൾ ജനിച്ച നാടാണ്. ഈ നാട്ടിൽ തന്നെ നമുക്ക് നല്ല അഭിമാനബോധത്തോടു കൂടിയും നല്ല രീതിയിൽ നല്ല ജോലിയും അതുപോലെ കച്ചവടവും നമ്മൾ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് വിജയങ്ങൾ കൊയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. ഒരു ഭരണം ഇവിടെ മാറി വരിക എന്നുള്ളത് എല്ലാ യുവാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. കേരളം ഭരണമാറ്റമല്ല, ആ ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ ഈ 10 വർഷത്തെ പിറകോട്ട് വലിച്ച ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു യുവജന സംഘടന നിലക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളും ഈ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നൊക്കെ ഉള്ള വ്യക്തമായ ധാരണകളും ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് സർക്കാരിന് നമ്മുടെ UDF-ന് ഇതിനകം തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് മെയിൽ അയച്ചിട്ടുണ്ട്. ഈ UDF-ൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വിവിധ മേഖലയിൽ 20 പോയിൻ്റാണ് ഞങ്ങളിവിടെ ചർച്ചകളിലാണ് ലീഗ് നേതാക്കൾ ആലുവ പാലസിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നു. ഏതെങ്കിലും സീറ്റിൽ വെച്ചമാറ്റം ഉണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. 6 സീറ്റുകൾ, അതായത് 3 മാറ്റങ്ങളാണ് നേരത്തെ ചർച്ചയിൽ വന്നിരുന്നത്. അക്കാര്യത്തിലുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരികയാണ്.